പ്രിയ, നാറ്റോയും റഷ്യയും പോർമുഖം തുറക്കുന്നത്, അതായത് ഒരുമിച്ച് പോരിന് വേണ്ടി ഇറങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പുടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, നാറ്റോയുടെ ഏതെങ്കിലും ഒരു ബടൻ റഷ്യയിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ, യുക്രൈനിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് റഷ്യക്കെതിരെയുള്ള പടപ്പുറപ്പാടായിട്ട് കാണുമെന്നുള്ളതാണ്. അങ്ങനെ പുടിൻ പറയണമെങ്കിൽ അത് രണ്ടും കൽപ്പിച്ചാണ്. ഇനി ഒന്നും നോക്കാനില്ല, ഇനി അടിച്ച് തകർക്കുക തന്നെ എന്നുള്ളതായിരിക്കണമല്ലോ പുടിൻ്റെ ലക്ഷ്യവും. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. ഇനി ഒരു ഉക്രൈനിലേക്ക് മറ്റേതെങ്കിലും ഒരു സൈന്യം നാറ്റോയുടെ വരികയാണെങ്കിൽ, നാറ്റോയുടെ എന്നല്ല ഏതെങ്കിലും ഒരു രാജ്യം വന്നാലും മതി, അവരിപ്പോൾ ഇവർക്ക് പിന്തുണ കൊടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് കണക്കാക്കുമെന്നാണ് പുടിൻ പറയുന്നത്. അതായത് ഈ യുദ്ധം 3 വർഷത്തിലേറെയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അന്ത്യമില്ല. ഇത് യൂറോപ്പിന് വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുക. സാമ്പത്തിക ചെലവ് വേറെ, പ്രശ്നങ്ങൾ ഇതല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പോളണ്ടിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അറിയാമല്ലോ. ഇപ്പോൾ പോളണ്ടിൽ കൂടെ പ്രശ്നങ്ങൾ വ്യാപിക്കുന്നതോടുകൂടി യൂറോപ്പിന് തലവേദന കൂടും. കാരണം ഇവരെ ഈ പറയുന്ന യുദ്ധത്തിലേക്ക് വലിച്ചഴക്കുക എന്നുള്ള ട്രംപിൻ്റെ ആവശ്യമാണ്. അവർക്ക്, അതായത് യൂറോപ്യൻ ശക്തികൾക്ക് അടി കിട്ടിയാൽ മാത്രമേ ഇവർ ഈ യുദ്ധത്തിന് എന്തെങ്കിലും ഒരു അവസാനം കൊണ്ടുവരാനായിട്ട് തയ്യാറാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന യുദ്ധത്തിൻ്റെ ഗതി മാറ്റാനുള്ള ഒരു നീക്കമാണ് റഷ്യ നടത്തിയത് എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 6000 മുതൽ 10000 വരെ സൈനികരെയാണ് നാറ്റോ യുക്രൈനിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഒരു സൈനികൻ ഇറങ്ങിയാൽ പോലും നേരിട്ടുള്ള യുദ്ധമായിട്ട് കണക്കാക്കുമെന്ന് പറഞ്ഞ പുടിൻ ചുമ്മാതിരിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. എന്നാൽ യുക്രൈനിൽ വരുന്ന നാറ്റോയുടെ സൈനികരാരും തന്നെ യുദ്ധം ചെയ്യാനല്ല വരുന്നത്. ഉക്രൈൻ്റെ സൈനികരെ പരിശീലിപ്പിക്കാനും അവരുടെ ഈ പറയുന്ന ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാനും ഈ പറയുന്ന മറ്റ് കാര്യങ്ങൾക്കുമാണ്. അതായത് ഈ തുറമുഖങ്ങൾ, വ്യോമാതിർത്തി ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുക എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ മുന്നറിയിപ്പ് നിസ്സാരമായിട്ടല്ല പുടിൻ കൊടുക്കുന്നത്, വളരെ ഗുരുതരമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈനെ റഷ്യയിൽ നിന്ന് സംരക്ഷിക്കുക, പിടിച്ചു നിൽക്കാനാവാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉക്രൈനെ ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കുക എന്ന് പറയുന്ന കാര്യമാണ് നാറ്റോ ചെയ്യാൻ ഒരുങ്ങുന്നത്. പക്ഷേ ഇത് ഒരു കാരണവശാലും ഈ പറയുന്ന യുദ്ധത്തിൻ്റെ ഗതി മാറുമെന്നുള്ളതിൽ സംശയമില്ല. പ്രധാനമായിട്ടും ഫ്രാൻസും UK ഒക്കെയാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. ഇവരാണ് ഈ പറയുന്ന ആയുധം കൊടുക്കാനും സൈനികരെ അയക്കാനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നാറ്റോയും റഷ്യയും തമ്മിലൊരു യുദ്ധമായിട്ട് മാറിയാൽ എന്ത് ചെയ്യും? യൂറോപ്പിലാകെ യുദ്ധമാവും. ഇത് ഒരിടത്തുനിന്നല്ല. റഷ്യ ഈ പറയുന്ന നാറ്റോ സേനയും റഷ്യയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണെങ്കിൽ തീർന്നു, ലോകം രണ്ടാവും. വീണ്ടും ഒരു ലോകമായതിൽ നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്, സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. നാറ്റോയിലെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? യൂറോപ്യൻ ശക്തികളും ഈ പറയുന്ന അമേരിക്കയും. പണ്ടെങ്ങനെയാണോ 2ാം ലോകമായതിന് ശേഷം ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാനത്ത് അന്ന് റഷ്യ ആണെന്നേ ഉള്ളൂ. ഇന്ന് റഷ്യയുടെ കൂടെ നിൽക്കാനാണ്. നമുക്ക് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ യൂറോപ്പിൻ്റെ കൂടെ നിൽക്കുമോ റഷ്യയുടെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ റഷ്യയുടെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യ അടക്കമുള്ള ലോകശക്തികൾ ഒരു ഭാഗത്ത്, അതിലേക്ക് കടന്നു വരാൻ ഉറപ്പായിട്ടും സാധ്യതയുള്ള മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറാൻ ഉണ്ടാവും ഉറപ്പായിട്ടും. ഇസ്രായേൽ മാറി നിൽക്കും ഒരു പക്ഷേ. ഇറാൻ എന്തായാലും റഷ്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യമാണ്. പിന്നെ അടുത്താരാ ഉണ്ടാവുക? ഇന്ത്യ, ഈ പറയുന്ന റഷ്യയ്ക്കൊപ്പം ചൈനയ്ക്കൊപ്പം നിൽക്കാനായിട്ട് ഉത്തര കൊറിയ ഉണ്ടാവും. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ അവിടെ അടിക്കും. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലടിക്കും. ഈ പറയുന്ന റഷ്യയും യൂറോപ്പും തമ്മിലടിക്കും. ചൈനയും ജപ്പാനും തമ്മിൽ ഒരു പക്ഷേ അടിക്കും. കാരണം അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് ജപ്പാൻ. കൂട്ടടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഉണ്ടായാൽ അതുകൊണ്ടാണ് പുടിൻ ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. കൂട്ടയടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് സാധാരണ അടിയായിരിക്കില്ല. എല്ലാവരും ആണവ ശക്തികളെല്ലാം കൂടെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങിയാൽ ഇത് കൺവെൻഷണൽ വാർഫെയർ ഒന്നും അല്ലല്ലോ. ഈ പറയുന്ന ആണവായുധം ഉപയോഗിക്കാതെ, ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാതെ, ഡ്രോണുകൾ ഉപയോഗിക്കാതെ യുദ്ധമൊന്നും അല്ലല്ലോ. ഈ പട്ടാളക്കാർ തമ്മിൽ നേരെ പോരാടുന്നതൊന്നും അല്ലല്ലോ. അതേ മാരകം. അപ്പോൾ ഇതെന്ത് മാരകമായിരിക്കും? അപ്പോൾ ലോകക്രമത്തിനെ തന്നെ ഇല്ലാതാക്കി നശിപ്പിച്ച് ലോകത്തിനെ വീണ്ടും ഒരു ദുരന്തത്തിലേക്ക്, ഒരു ലോകയുദ്ധത്തിലേക്ക് തള്ളിവിടാനുള്ള നീക്കമാണ് നാറ്റോ നടത്തുന്നത്. ഒന്നുകിൽ ഇതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതുവരെ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് റഷ്യക്ക് കീഴടങ്ങി ഒരു ഉള്ള ഭാഗം വെച്ചുകൊണ്ട് സെലൻസ്കി ഉക്രൈനും വെച്ചിട്ട് ബാക്കി ഉക്രൈനും വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അടിച്ച് ജയിക്കാൻ പറ്റുമോ നോക്കുക ഉക്രൈൻ. പറ്റില്ല. അത് പറ്റാത്തത് കൊണ്ടാണ് ഈ പരിപാടി. അപ്പോൾ റഷ്യ പൂർണ്ണമായിട്ടും പിടിച്ചടക്കി ഇത് കൊണ്ടുപോകുന്നുള്ളത്. അല്ലാതെ വേറൊരു സന്ധി ഒന്നും ഇതിലുണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. അതീവ ദുരന്തപൂർണമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ലോകം ചെന്നെത്തപ്പെടും. ഭ്രാന്തമായ ലോകത്തിലേക്ക് മാറുമെന്നാണ് ഈ പറയുന്ന പോക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നത്.
ഇത് എത്ര നാൾ ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകും? അപ്പോൾ എല്ലാ നൂറ്റാണ്ടിലും ഒരു മഹായുദ്ധം ഉണ്ടായിക്കോളാമെന്ന് എന്തെങ്കിലും തീരുമാനമുണ്ടോ? കഴിഞ്ഞ നൂറ്റാണ്ടിൽ 2 ഉണ്ടായി. നമ്മുടെ ഈ പറയുന്ന ഈ നൂറ്റാണ്ടിൽ ഇപ്പം ഈ നൂറ്റാണ്ട് തുടങ്ങിയിട്ട് 25 വർഷമായി, അതിൻ്റെ കാൽഭാഗം പിന്നിട്ടു. ഇനിയിപ്പോൾ അന്ന് തുടക്കത്തിൽ ഒരെണ്ണം ഉണ്ടായി, മധ്യഭാഗത്തിൽ ഒരെണ്ണം ഉണ്ടായി. ഇനി ഇപ്പോൾ ഉടനെ ഒരെണ്ണം വേണമെന്നുള്ളൊരു ആഗ്രഹമാണോ ലോക നേതാക്കൾക്കുള്ളതെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയാണെങ്കിൽ നിസ്സാരമായിരിക്കില്ല ലോകത്തിൻ്റെ ഡെമോഗ്രഫി, ലോകത്തിൻ്റെ ഗ്രോത്ത്, പുരോഗതി, ടെക്നോളജി ഇതെല്ലാം മാറും. അതായത് നമുക്കറിയാമല്ലോ, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടായത് 2ാം ലോകയുദ്ധത്തിൻ്റെ പ്രോഡക്റ്റാണ്. ആ സമയത്ത് അമേരിക്കൻ സൈന്യത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയത് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ യുദ്ധത്തിലൂടെയാണ് ഉണ്ടായത്. നമ്മുടെ ക്യാനില്ലേ, കന്നാസ് എന്ന് പറയുന്ന സാധനമില്ലേ, ആ സാധനം ഉൾപ്പെടെ ലോകയുദ്ധത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. ജീപ്പ്, അത്തരത്തിലുള്ള ഈ പറയുന്ന ഈ 4 വീൽ ഡ്രൈവ് വാഹനങ്ങൾ, ഇതെല്ലാം വന്നത് ഈ പറയുന്ന ദുർഘടമായ യുദ്ധ സാഹചര്യങ്ങൾ നേരിട്ട നിരവധി ആയുധങ്ങൾ. 2ാം ലോകമഹായുദ്ധത്തോടു കൂടിയാണ്, 2ാം ലോകമഹായുദ്ധത്തിന് വേണ്ടിയിട്ടാണ് സെൽഫ് ലോഡിങ് റൈഫിളുകൾ UK ഉണ്ടാക്കുന്നത്. നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ പറയുന്ന സെൽഫ് ലോഡിങ് റൈഫിൾ, SLR 7.62 mm SLR. അപ്പോൾ ഇത്തരം തോക്കുകളുടെ ആയുധങ്ങളുടെ പുതിയ നമുക്കറിയാമല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആയുധ കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രതയിൽ വരികയും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും പുതിയ ഉൽപ്പാദന രീതികളിലേക്കൊക്കെ മാറില്ല. അപ്പോൾ യുദ്ധം ഈ പറയുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ കാരണമാവുമെങ്കിലും ദുരന്തങ്ങൾക്കും മനുഷ്യൻ്റെ രോദനങ്ങൾക്കും ഒരു കുറവുണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇത്രയും അനുമാനിച്ചാൽ മതി, ഇത്രയും ചിന്തിച്ചാൽ മതി. ഗാസയിൽ ഇപ്പം നടക്കുന്ന, ഇല്ലെങ്കിൽ ഉക്രൈനിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം മൊത്തം അനുഭവിക്കേണ്ടി വരും. ഒരു ഭാഗം ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇനിയൊരു യുദ്ധം ഉണ്ടാകുന്നെങ്കിൽ എല്ലാവരും കണക്റ്റഡാണ്. ഒരു പക്ഷേ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ മാറി നിന്നേക്കും, ചിലപ്പോൾ ആഫ്രിക്ക ഈ യുദ്ധത്തിൽ നിന്ന് മാറിയേക്കാം. പക്ഷേ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയിലും തകർക്കും. ഈ ഇറാൻ ഇടപെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇസ്രായേൽ മാറി നിൽക്കാമെന്ന് വിചാരിച്ചാൽ ഇസ്രായേൽ എത്ര കണ്ട് മാറി നിൽക്കും? അപ്പോൾ ഈ പറയുന്ന നമുക്കിതൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കും, ഇതെന്തോ ഇങ്ങനെയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇതെന്താ പറയുന്നത് ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ വന്നാൽ ഇതേ സംഭവിക്കാനുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അമേരിക്ക തന്ത്രപൂർവ്വമായിരുന്ന നിലപാട് കൂട്ടെടുത്തിട്ടുണ്ട്. അമേരിക്ക നേരിട്ട് പട്ടാളക്കാരെയൊന്നും വഹിക്കുന്നില്ല, ടെക്നോളജി കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് വിവരങ്ങൾ കൈമാറും, രഹസ്യ വിവരങ്ങളൊക്കെ കൈമാറും, ചോർത്തി കൊടുക്കേണ്ടതൊക്കെ ചോർത്തി കൊടുക്കും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നാറ്റോയും റഷ്യയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ ഒരു സംശയം വേണ്ട, അത് ലോകയുദ്ധത്തിലേക്ക് പോകുള്ളൂ. പിന്നെ പരിമിതമായ രീതിയിലൊക്കെ യുദ്ധം നടത്താൻ രണ്ടുപേരും ഒരു ധാരണയൊക്കെ വെച്ച്, മറ്റേ ഈ WWE ഉണ്ടല്ലോ, മറ്റേ നാടകം കളിച്ച് ഇടിക്കുന്ന ഒരു ഗുസ്തി മത്സരം ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ആണെങ്കിൽ പിന്നെ ചെറിയ അടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഈ പറയുന്ന ഡ്രോണുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച്, മിസൈൽ അയച്ച് അതിനെ പ്രതിരോധിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ ശരി. നിൽക്കാൻ സാധ്യതയില്ല. പുടിൻ ലോകത്ത്, അതായത് മുമ്പ് പ്രൊഫസർ C. രവിചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്ത് ഏകാധിപതികൾ ഉണ്ടാവുമോ ഹിറ്റ്ലറിനെ പോലെ എന്നൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു സാധ്യത വളരെ കുറവാണ്, പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുള്ള 2 പേരുണ്ട്. ഒന്ന് കിം ജോങ് ഉൻ, ലോകത്തിന് ഭീഷണിയാവുന്ന ഒരു ഏകാധിപതിയാണ്. 2 പുടിനാണെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. C. രവിചന്ദ്രൻ പറഞ്ഞത് സാധ്യതകളുണ്ട്. കാരണം ഇപ്പോഴത്തെ പോക്കിൽ ആ രീതിയിലേക്ക് വീണ്ടും ഒരു ബൈപോളർ വേൾഡിൻ്റെ ധ്രുവങ്ങളായിട്ട് ലോകം തിരിഞ്ഞ് 2 ചേരികളാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഇന്ത്യ അതിൽ നിർണായക കക്ഷിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരിക എന്നുള്ളത്. നമുക്ക് നേരിടേണ്ടി വരും ഈ പ്രശ്നം. എന്തായാലും നാറ്റോയുടെ നീക്കം തീരെ ശരിയല്ല. റഷ്യയോട് കളിക്കാൻ നിൽക്കുന്നത് വലിയ വിപത്തിന് കാരണമാകും. അത് യൂറോപ്പിൻ്റെ നാശത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.